ഇല്ലാണ്ട് അങ്ങനെ ഒരു ഫീസ് ഒരു കൺസൾട്ടന്റിന് തരേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ ഞാനൊരു റെസ്റ്റോറന്റ് തുടങ്ങാൻ വേണ്ടി തുടങ്ങിയതല്ല. അത് എത്രയോ തവണ പലയിടത്ത് ചെയ്ത് കഴിഞ്ഞില്ലേ. എനിക്ക് വേണ്ടിയിട്ടല്ലാന്നേ ഉള്ളൂ. അതിപ്പോ നമ്മൾ നിന്ന് ചെയ്യുന്ന സമയത്ത് അത് എന്റെ പേരിലാണോ വേറൊരാളുടെ പേരിലാണോ എന്നുള്ളത് ഒരു ടെക്നിക്കൽ കാര്യം മാത്രമല്ല. അതിൽ വലിയ സംഭവമൊന്നുമില്ല. പിന്നെ എനിക്ക് നന്നായിട്ട് അറിയാം, ഞാൻ ഇപ്പൊ ചെയ്യുന്ന ബിസിനസ്, ഈ റെസ്റ്റോറന്റ് ബിസിനസ് ആയാലും അതിന്റെ സക്സസ് റേറ്റ് എന്ന് പറയുന്നത് വെറും 10% താഴെയാണ്. പിന്നെ എത്ര മിടുക്കന്മാര്, എത്ര മിടുക്കികള്, എത്ര ഗംഭീരമായിട്ട് എത്ര പ്ലാൻ ചെയ്താലും ഇതിന്റെ ഗ്ലോബൽ സക്സസ് റേറ്റ് 10% താഴെ. അല്ല, ഞാൻ അവിടെ ചോദിച്ചോട്ടെ, ഇടപെടല്ല, ഈ ആത്മാർത്ഥത വ്യത്യാസം ഉണ്ടാവും? അപ്പൊ മോനെ, ആത്മാർത്ഥമായിട്ട് പുഴുങ്ങിയ കഞ്ഞി ഉണ്ടാവില്ല എന്ന്. മറ്റേ ഈ പാഷൻ, ഓണസ്റ്റി, ആത്മാർത്ഥത ഇതൊക്കെ ഉള്ളവര് ബിസിനസ് ചെയ്തിട്ട് ലോകം കീഴടക്കുമായിരുന്നെങ്കിൽ ഈ ലോകത്ത് എത്ര കുട്ടികുത്തിയ ബിസിനസ്സുകാരുണ്ടായേനെ. ഇതൊന്നും അല്ല ബിസിനസിന് വേണ്ടത്. പാഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിന്റെ പുറകെ പോവൂ, നിങ്ങൾ അതിനെ ചേസ് ചെയ്യൂ, നിങ്ങൾ അത് ചെയ്യൂ. യു നീഡ് ബിസിനസ് ആക്യുമെൻ. ബിസിനസ് ആക്യുമെൻ വേണം ബിസിനസ്സിന്. അല്ലാണ്ട് പാഷൻ ഇട്ടിട്ട് പുഴുങ്ങി കഴിഞ്ഞാൽ ബിസിനസ് ആവൂല. ഓണസ്റ്റി ഇട്ട് പുഴുങ്ങി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആത്മാർത്ഥ ഇട്ട് പുഴുങ്ങി കഴിഞ്ഞാൽ ഉണ്ടാവൂല ഇത് സാധനം. അത് തെറ്റിദ്ധാരണയാണ്. അത് ഈ മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് എന്ന് പറയുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. അതിനെപ്പറ്റി വിനീത് ശ്രീനിവാസൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എടാ, നിന്നെ പോലൊരു സുഹൃത്തിനെ അല്ല എനിക്ക് വേണ്ടത്. വെറുതെ കൂടിയുള്ളവന് അനാവശ്യമായിട്ട് കൊണ്ടുപോയി കുഴി. ഈ പാവപ്പെട്ടവൻ മര്യാദ IT ജോലി ചെയ്ത് ജീവിക്കായിരിക്കും. ഇവൻ ഇങ്ങനെ മോട്ടിവേഷൻ കത്തിച്ചു കൊടുത്തോണ്ടിരിക്കുകയാണ് ഡെയിലി. ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും TV ചാനലിലും ഇരുന്നിട്ട് ഈ പാവം മനുഷ്യൻ പോയിട്ട് ജോലി റിസൈൻ ചെയ്ത് ഇത് തുടങ്ങി കുത്തുവാലെടുക്കും. ഒന്നും വേണ്ടെന്നേ, ഇവിടെ നിന്ന് 8 കിലോമീറ്റർ പോയ കാക്കനാടായില്ലേ, അവിടെ പോയി കഴിഞ്ഞാൽ ഇങ്ങനത്തെ പാവം മനുഷ്യന്മാർ എത്ര കാണാം. ബാംഗ്ലൂര് കാണാം. സോ അതല്ല വേണ്ടത്, ബിസിനസ് ആക്യുമെൻ ആണ് വേണ്ടത്. അപ്പൊ നമ്മൾ റിയലിസ്റ്റിക് ആവണം. എന്താണ് സക്സസ് റേറ്റ്? നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ. നമ്മൾ ഇന്ന് കാണുന്നതാണ് നാളെ കാണുന്നില്ല എന്ന് പണ്ട് പറഞ്ഞ പോലെ, ഇന്ന് കാണുന്ന റെസ്റ്റോറന്റ് നാളെ കാണാറുണ്ടോ? അത്രേ ഉള്ളൂ. ഇപ്പൊ ഈ MG റോഡില് ഒരു 40 കൊല്ലം മുമ്പ് ഉണ്ടായിരുന്നു എത്ര റെസ്റ്റോറൻറ്റ്സ് ഇപ്പൊ ഉണ്ട് എന്ന് പഴമക്കാരോട് പഴമക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എന്റെ അച്ഛനൊക്കെ ആദ്യമായിട്ട് കൊച്ചിയിൽ വന്നിട്ടുണ്ടാവും ഈ പറയുന്ന ഒരു 35-40 കൊല്ലം മുമ്പായിരിക്കും. അല്ല, 40 കൊല്ലത്തിന് മുമ്പ് വന്നിട്ടുണ്ടാവും. അച്ഛന് ഗ്രാൻഡ് ഹോട്ടലും BTH ഒക്കെ അറിയുള്ളൂ അന്നത്തെ കാലത്ത്. ബാക്കിയൊക്കെ ഇവിടെ പോയി ഒരു സിലോൺ പിന്നെ സിദ്ദിഖാനൊക്കെ എഴുതാനിരുന്ന മയൂര പാർക്ക് എന്ന് പറയുന്ന ഹോട്ടലിന്റെ പേര് ആന്റോൺ അങ്ങനെ എന്തൊക്കെയാണ്. മാനേജ്മെന്റ് മാറി, രൂപങ്ങൾ മാറി. പക്ഷെ അതേ സമയത്ത് നിങ്ങൾ നോക്കൂ, ബാക്കിയുള്ള ബിസിനസ്സുകൾ ഇപ്പൊ ഒരു തുണിക്കട, ആ തുണിക്കട തലമുറകളായിട്ട് നിലനിന്ന് പോവാണ് പലതും. അല്ലെങ്കിൽ സ്വർണ്ണക്കട തലമുറകളായിട്ട് തലമുറകളായിട്ട് നിലനിൽക്കുന്ന എത്ര റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്? വളരെ അപൂർവം. മൃണാളിൽ ഒരുപാട് സിനിമാ ബന്ധങ്ങൾ ഒരുപാടൊന്നുമില്ല. എന്റെ സുഹൃത്തുക്കളിൽ കുറച്ച് പേര് സിനിമയിലുള്ളവരാണ്, അത്രേ ഉള്ളൂ. അങ്ങനെ ശരി, കുറച്ച് സിനിമയിൽ ജോലി ചെയ്യുന്ന കുറച്ച് സുഹൃത്തുക്കളെ മൃണാളിന് പരിചയമുണ്ട്. സുഹൃത്തുക്കളെ എങ്ങനെയാണോ പരിചയം? സുഹൃത്ത് സംഘത്തിൽ സിനിമയിൽ ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പം അവരോടുള്ള സൗഹൃദം എന്തെങ്കിലും വിധത്തിൽ ഈ നമ്മുടെ റെസ്റ്റോറന്റ് ബിസിനസിനെ ഹെൽപ്പ് ഔട്ട് ചെയ്യാൻ വേണ്ടിട്ട്, അല്ലെങ്കിൽ അതിന് കുറച്ചുകൂടി റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിട്ട് അങ്ങനെ ഒരു അഭിപ്രായ ശേഖരണം നടത്താറുണ്ടോ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഈ അവസാനം മലയാളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നടി, അയാള് എന്റെ ബിരിയാണി എത്രയോ തവണ കഴിച്ചിട്ടുണ്ട്. ഇന്ന് വരെ ആ ബിരിയാണിനെ പറ്റി ഒരു സ്റ്റോറി പോലും എവിടെയെങ്കിലും പോസ്റ്റ് ചെയ്തിട്ട് എനിക്കറിയില്ല. ആ പ്രമുഖ നടി കഴിക്കുന്നുണ്ടെന്നറിയോ? ഞാനല്ലേ എന്നെ വിളിച്ചിട്ട് ബിരിയാണി വേണം ചേട്ടാന്ന് പറയുമ്പോ ഞാനല്ലേ ഇത് കൊടുത്തു വിടണം, അപ്പൊ അവര് കഴിക്കുന്നുണ്ടാവില്ലേ? ഇതിലിപ്പോ പക്ഷെ അല്ല, സുഹൃത്തുക്കളായിട്ടുള്ളവർ അങ്ങനെ ഷെയർ ചെയ്യുമ്പോ ഉണ്ടാവുന്ന സന്തോഷം എന്താണ്? അത് ബിസിനസ് അല്ലേ. ഇപ്പോ ഇവിടെ ന്യൂ പ്രോ സ്പോർട്സ് ഒരു കട, അപ്പൊ ഒരാള് ഇപ്പൊ മില്യൺസ് ഫോളോവേഴ്സ് ഉള്ള ഒരാള് അവിടെ നിന്ന് എന്തെങ്കിലും ഒരു സാധനം മേടിച്ചത് കൊള്ളാന്ന് പറഞ്ഞൊരു സ്റ്റോറി ഇട്ടാ മേ ബി ആ ബിസിനസിന് ഗുണം ചെയ്യില്ല. അത്രേ ഉള്ളൂ. ഞാനത് ആവശ്യപ്പെട്ടിട്ടില്ല കേട്ടോ, അത് വേറെ പ്രശ്നം. അങ്ങനെ എത്രയോ ആൾക്കാരുണ്ട് ഇതൊന്നും അല്ലാതെ എന്നോട് പറയാതെ തന്നെ ഓൺലൈനിലോ മറ്റോ ബിരിയാണി മേടിച്ചിട്ട് അതിന്റെ സ്റ്റോറി ഇടുന്ന ആൾക്കാരും ഉണ്ട്. അത് അങ്ങനെ ഇവരൊക്കെ സുഹൃത്തുക്കളായത് നാളെ ഇവര് ലോകം അറിയപ്പെടുന്ന സിനിമാക്കാരാവും, അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരാവും, അല്ലെങ്കിൽ സ്പോർട്സ് താരങ്ങളാവും. നാളെ ഞാനൊരു ബിസിനസ് തുടങ്ങുമ്പോൾ അവരെനിക്ക് ഉപയോഗിക്കാം അങ്ങനെ വിചാരിച്ചിട്ടല്ലല്ലോ പരിചയപ്പെടുന്നത്, ആണോ?
നമ്മളാരെയും ഇവരൊക്കെ നാളെ ഈ പറയുന്ന പദവികളിൽ ഇല്ലാതായാലും അവരെന്റെ സുഹൃത്തുക്കൾ തന്നെയല്ലേ. അതുപോലെ തന്നെ ഉണ്ടാവുമല്ലോ അല്ലേ. പിന്നെ അതല്ലേ ബന്ധം എന്ന് പറയുന്നത് മനുഷ്യനായിട്ടല്ലേ, അല്ലാണ്ട് അയാളുടെ പദവിയായിട്ടോ അല്ലെങ്കിൽ അയാളുടെ സോഷ്യൽ സ്റ്റാറ്റസ് ആയിട്ടോ അല്ലല്ലോ. വായന ചെറുപ്പത്തില് ഒരുപാട് സമയം കൂടെ ഉണ്ടായിരുന്ന ശീലമാണെന്ന് കേട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ലണ്ടൻ ബത്തേരിയിലെ ലുധിയാനകൾ വായിച്ചിട്ട് സേതുമാധവൻ സാറുടെ മാധവൻ സാറുടെ പുസ്തകം വായിച്ചിട്ട് അതിന്റെ ബിരിയാണി റെസിപ്പി ഒരുപാട് കാലം മനസ്സിലുണ്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അല്ല ഇത് പുസ്തകങ്ങള് ഞാൻ ബഷീറിന്റെ എല്ലാ സംഭവങ്ങളും ഞാൻ വായിച്ചിട്ടുണ്ട്. പക്ഷെ അതിനകത്ത് എവിടെയോ ഇതേപോലൊരു ബിരിയാണിയുടെ ഒരു കാര്യം പറയുന്നുണ്ട്. അതില് ബിരിയാണി എന്നല്ല എഴുതിയിട്ട്, ഞാൻ ആ പുസ്തകം കണ്ടിട്ട് തന്നെ വർഷങ്ങളായിപ്പോ, പക്ഷെ എന്റെ ഓർമ്മയിൽ തങ്ങിയിരിക്കുന്നത് ബിരിയാണി നീ അല്ല നീയാണ്. അന്ന് മുതൽ ഞാൻ ആലോചിക്കുന്നത് ഇയാൾ എന്താണ് ഇത് ബിരിയാണി എന്ന് പറയുന്നത്. അപ്പൊ എനിക്ക് ഭക്ഷണത്തിനോട് താല്പര്യമുള്ളത് കൊണ്ട് എന്റെ മെമ്മറീസ് ഭക്ഷണമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. ലണ്ടൻ ബത്തേരിയിലെ ലുത്തീനിയകൾ എന്ന് പറയുന്ന പുസ്തകത്തിൽ നിന്ന് ഒരാൾക്ക് പുറത്തേക്ക് എടുക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 10 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിലൊന്നും ഈ പറയുന്ന റെസിപ്പി പെടൂല. പക്ഷെ എനിക്കതിലൊരു താല്പര്യമുള്ളത് കൊണ്ട് ഞാനത് ശ്രദ്ധിച്ചു. ഇപ്പൊ ഒരു കാര്യം ചെയ്യും, ഇങ്ങനെ ആലോചിക്കൂ, ഒരു വളരെ കാര്യമായിട്ട് BJP-യോട് താല്പര്യമുള്ളൊരു മനുഷ്യൻ, ഭയങ്കരമായിട്ട് താല്പര്യമുള്ളൊരു മനുഷ്യൻ, അദ്ദേഹം ഒരു വിയറ്റ്നാം ടൂറിന് പോവാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണല്ലേ അവിടെയുള്ളത്. അത് 7 ദിവസം വിയറ്റ്നാമിലുണ്ട്. എവിടെയോ ഒരു BJP-യുടെ കൊടി കണ്ടു. ചിലപ്പോ അദ്ദേഹം ജീവിതം മുഴുവൻ ആലോചിക്കുക വിയറ്റ്നാമിനെ കുറിച്ച് ആ കൊടി കണ്ട സ്ഥലമായിരിക്കും. സീയിങ് തിങ്സ് ആൻഡ് ലുക്കിംഗ് അറ്റ് തിങ്സ്. അതായത് നമ്മൾ കാണുന്നതെല്ലാം നമുക്ക് ഓർമ്മയുണ്ടാവില്ല, നമ്മൾ കേൾക്കുന്നതെല്ലാം, അനുഭവിക്കുന്നതെല്ലാം, വായിക്കുന്നതെല്ലാം ഓർമ്മയുണ്ടാവില്ല. നമ്മുടെ താല്പര്യങ്ങളും കൂടെ അതിനെ സ്വാധീനിക്കും. എന്റെ താല്പര്യം ഭക്ഷണമായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ട് എനിക്കതില് അങ്ങനെ അതിപ്പം ഒരുപാട് പുസ്തകങ്ങളിൽ പല എവിടെയെങ്കിലും ഒക്കെ ഞാൻ ചോദിക്കട്ടെ, എം മുകുന്ദന്റെ ഡൽഹി വായിക്കുന്നു, എന്നിട്ട് ഡൽഹി പോകണം തോന്നിയോ? അതിനു മുമ്പേ ഞാൻ ഡൽഹി പോയിട്ടുണ്ടല്ലോ. ഡൽഹി കഥകളല്ലേ പറയുന്നത്, ഞാൻ അതിനു മുമ്പ് ഡൽഹി പോയിട്ടുണ്ടല്ലോ. എം മുകുന്ദന്റെ പറയുന്നൊരു ഡൽഹി ഉണ്ടല്ലോ, ആ ഡൽഹി എക്സ്പീരിയൻസ് ഞാൻ എപ്പോഴും താല്പര്യപ്പെടുക. ഇപ്പൊ എനിക്ക് ഡൽഹിയിൽ വളരെ ഹൈ പ്രൊഫൈൽ സുഹൃത്തുക്കൾ ഉണ്ട്, ഞാൻ അവരെ കാണാനല്ല താല്പര്യപ്പെടുക. ഞാൻ ആ ജുമാ മസ്ജിദിന്റെ ചുറ്റും കറങ്ങാനും ഏറ്റവും റോ ആയിട്ടുള്ള സ്ഥലങ്ങൾ കാണാനും. ഞാൻ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അവിടുത്തെ ഭക്ഷണം മാത്രമേ കഴിക്കുള്ളൂ. അങ്ങനെ നിർബന്ധമല്ല, പക്ഷെ പറ്റുന്നത് അതേ കഴിക്കുള്ളൂ. അത് തന്നെ ഈ പ്രാന്താവല ഗലിയിലൊക്കെ പോയിട്ട്, അതായത് 5 സ്റ്റാർ ഹോട്ടലിൽ പോയാലും, അവിടെ ഇപ്പൊ പിൻബലൂച്ചിയിൽ പോയാലും, അല്ലെങ്കിൽ നമ്മുടെ കൊണാട്ട് പ്ലേസിൽ ഏതെങ്കിലും ഒരു ഹൽദിറാമിലോ എവിടെയെങ്കിലും പോയാലും ഡൽഹി ഫ്ലേവറുള്ള ഫുഡൊക്കെ കിട്ടും, അതല്ല വിഷയം. പക്ഷെ ആ